ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ പ്രതാപനും നമ്മുടെ വാമദേവനും കൂടി മുട്ടൻ ചർച്ചയാണ്. വീണ്ടും നമ്മുടെ കണ്ണനെ അപായപ്പെടുത്താൻ വേണ്ടി. അപ്പൊ നമ്മുടെ വാമദേവൻ പറയുന്നുണ്ട്, അവരുടെയൊക്കെ ഒപ്പം ദൈവങ്ങളുണ്ടോ, വീണ്ടും ഒരു അപകടം അവർക്ക് വേണ്ടി കൊടുത്താൽ അത് ചിലപ്പോൾ എന്റെ വണ്ടിയുടെ നേർക്ക് തന്നെ ആയിരിക്കും വരാൻ പോകുന്നതൊക്കെ നമ്മുടെ വാമദേവൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ പ്രതാപം പറയുന്നുണ്ട്, എല്ലാ അപകടങ്ങളും അങ്ങനെ ദൈവത്തിനൊന്നും തടയാൻ സാധിക്കില്ല, നമുക്ക് എന്തായാലും നോക്കാം എന്നൊക്കെ പറഞ്ഞ് മുട്ടൻ ചർച്ചയൊക്കെ നടത്തിയിട്ട് അവർ തിരികെ വീട്ടിലേക്ക് പോവാട്ടോ. അപ്പൊ തിരികെ നമ്മുടെ പ്രതാപം വീട്ടിൽ വന്ന് നമ്മുടെ മുത്തശ്ശിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുക. അവളിപ്പോൾ അടങ്ങിയൊന്നും ഇരിക്കാൻ തയ്യാറായിട്ടില്ല. അവള് വീണ്ടും നമ്മുടെ കണ്ണനെ ചികിത്സിച്ച് ഭേദമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്റെ മോള് കുറെ കരയേണ്ടി വരും, എന്റെ കരുണ മോള് കുറെ സഹിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രതാപന് ഭയങ്കര സങ്കടം. അപ്പൊ ഇത് കേട്ടപാടെ ആകെപ്പാടെ ഒരേ ഒരാൾക്കുള്ളൂ ഭയങ്കര സന്തോഷം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മോഹിനി അമ്മ കേട്ടോ. മോഹിനി അമ്മ ഇതിക്ക് മുമ്പ് നമ്മുടെ കണ്ണനോടും നമ്മുടെ മഹാലക്ഷ്മിയോടും ഇതിനെപ്പറ്റി സൂചിപ്പിച്ചതുമായിരുന്നു. അപ്പോൾ നമ്മുടെ മോഹിനി അമ്മയ്ക്ക് ഇത് കേട്ടപാടെ ഭയങ്കര സന്തോഷം. അപ്പൊ മോഹിനി അമ്മ ഭയങ്കര ചിരിച്ചുകൊണ്ട് നമ്മുടെ പ്രതാപന്റെ അടുത്തേക്ക് വരുവാട്ടോ. അതിനുശേഷം നമ്മുടെ മോഹിനിയുടെ ഈ സന്തോഷം കാണുമ്പോൾ നമ്മുടെ പ്രതാപന്റെ അമ്മയും കൂടെ ഭയങ്കരമായിട്ട് നമ്മുടെ മോഹിനിയുടെ അമ്മയെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ മോഹിനി നമ്മുടെ മഹാലക്ഷ്മിയെ വിളിച്ചിട്ട് ഈ ഒരു സന്തോഷ വിവരം പങ്കുവെക്കുന്നുണ്ട്. അപ്പൊ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഈ എന്റെ ഒരു സ്വപ്നവും നടക്കും അമ്മ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സന്തോഷത്തിലാട്ടോ. അതിന് പിന്നാലെ നമ്മുടെ മഹാലക്ഷ്മി ഒരു അമ്പലത്തിൽ പോകുന്നുണ്ട്. അവിടെ വെച്ച് നമ്മുടെ മുത്തശ്ശിയെ കാണുന്നു, സുന്ദരി മുത്തശ്ശിയെ കാണുന്നു. അപ്പൊ മുത്തശ്ശിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, നമ്മുടെ കണ്ണേട്ടനെ ഒരു വൈദ്യരുടെ അടുത്തേക്ക് കൊണ്ടുപോകുവാണ് എന്നുള്ളൊരു കാര്യം, ചികിത്സ തുടങ്ങാൻ പോവാന്നുള്ള ഒരു കാര്യം കേട്ടോ. അപ്പൊ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, കണ്ണൻ നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ഉത്തരം എനിക്ക് ഇപ്പോൾ തരാൻ പറ്റില്ല, പക്ഷെ മോൾ ഉറപ്പായിട്ടും കുഞ്ഞുണ്ടാവും എന്ന് പറയുന്നുണ്ട്. എന്തൊരു ലോജിക്കില്ലാത്ത വർത്താനങ്ങളാണല്ലേ. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഈ ഒരു രണ്ട് പ്രവചനവും തമ്മിൽ ഒരു സാമ്യവും ഇല്ലല്ലോ അമ്മയെന്ന് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശി തന്നെ പറയുന്നുണ്ട്, ഞാൻ കണ്ണൻ നടക്കുന്ന കാര്യം എനിക്കിപ്പോ പറയാൻ പറ്റില്ല എന്ന് തന്നെ നമ്മുടെ മുത്തശ്ശി എപ്പോഴും പറയുന്ന കേട്ടോ. അതിനുശേഷം നമ്മുടെ മുത്തശ്ശി എങ്ങോട്ടേക്കോ അപ്രതീക്ഷിതമായി പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ മഹാലക്ഷ്മി നോക്കുമ്പോൾ പെട്ടെന്ന് മുത്തശ്ശീനെ കാണുന്നില്ല കേട്ടോ. അങ്ങനെ നോക്കി നോക്കി വരുമ്പോൾ വേറൊരു മുത്തശ്ശി ഇങ്ങനെ പുറകും തിരിഞ്ഞ് നിൽക്കുന്നത് കാണാം. അപ്പൊ നമ്മുടെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ സുന്ദരി മുത്തശ്ശിയുടെ അതേപോലെ തന്നെ ആയിട്ട് പുറകുവശം കാണുമ്പോൾ തോന്നുന്നത്. അങ്ങനെ തന്നെ നമ്മുടെ മഹാലക്ഷ്മി ഭയങ്കര സന്തോഷത്തിൽ പോകുക നമ്മുടെ ഈ മുത്തശ്ശിയാണെന്ന് വിചാരിച്ചു. അപ്പൊ നോക്കുമ്പോൾ വേറൊരു മുത്തശ്ശി ആയിരിക്കും കേട്ടോ. അപ്പൊ ആ മുത്തശ്ശിയും കൈ നോക്കാൻ വേണ്ടി തന്നെ അവിടെ ഇരിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മിയെ വിളിച്ചിരുത്തിട്ട്, ഞാൻ മോളുടെ കൈ നോക്കി പറയാമെന്നും പറഞ്ഞിട്ട്, മോക്ക് രണ്ട് ആൺമക്കളില്ലേ, മോളുടെ രണ്ട് ആൺമക്കളും അച്ഛനെ പോലെ ഭയങ്കര ഉയരത്തിൽ എത്തും എന്നൊക്കെ പറയും. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ അത് പറഞ്ഞാൽ പോരെ, വെറുതെ ഈ കള്ളങ്ങൾ പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാൻ നടക്കുന്നത് എന്തിനാന്നും പറഞ്ഞിട്ട് നമ്മുടെ മഹാലക്ഷ്മി പേഴ്സിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് കൊടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു രംഗത്തിലാണ് കൂട്ടുകാർ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം, കണ്ണന്റെ ചികിത്സകളും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ മുത്തശ്ശി തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സുന്ദരി മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്, കണ്ണൻ ഇടക്ക് വെച്ച് നിരുത്സാഹപ്പെട്ട് നിർത്തും, അപ്പൊ മോള് വഴക്കിട്ടിട്ടാണെങ്കിലും ചികിത്സ തുടരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ മിക്കവാറും ഇവരുടെ ചികിത്സയും ഇതിനിടയിൽ നമ്മുടെ മഹാലക്ഷ്മി കണ്ണനും തമ്മിൽ പിണങ്ങുന്നതും അതിനിടയിൽ നമ്മുടെ ദുർഗാമ്മയുടെ മരുന്ന് മാറ്റൽ കുറെ കളികളും അതും ഉണ്ടാവട്ടെ. അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.